സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നല്ല രീതിയിൽ നടത്തിയൊരു ക്ഷേത്രമാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സംരംഭം ആണത്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യകാലത്ത് അവിടെ പ്രവർത്തി പോയിരുന്നൊരു വ്യക്തിയാണ്. അവിടെ ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ എല്ലാ ഭക്തന്മാരും അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിക്കൊണ്ട് എല്ലാ ഭക്തന്മാരും അവരെ വെറുത്ത് എല്ലാ ഭക്തന്മാരുടെ അഭിപ്രായ പ്രകാരം ഞാൻ ഇവിടേക്ക് നീങ്ങുകയാണ് ചെയ്തത്. ഇത് ഭക്തന്മാരാൽ കൂട്ടായ്മയോട് കൂടി എല്ലാവരുടെ കൂട്ടായ്മയോട് പെടുന്ന ക്ഷേത്രത്തിന്റെ എല്ലാ ജനങ്ങളുടെയാണ് ഈ ക്ഷേത്രം. ഇവിടെയാണ് ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ അവരുടെ ഒരു ചാത്തനൊരു കലശം ഉണ്ടായിരുന്നു. അത് മദ്യമാണ്, വെറും മദ്യങ്ങളെ കൊണ്ടുള്ളൊരു കലശം എന്ന് പറയുന്നത്. ആ മദ്യപാനം കഴിഞ്ഞതിന് ശേഷം ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ തകർക്കുക എന്ന് പറഞ്ഞാൽ എന്നെ തകർക്കുന്നല്ല ഉള്ളതാണ് സത്യം. ഇവിടെ ജനങ്ങൾ തകർക്കുക, ജനങ്ങൾക്ക് നേരെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇവിടുത്തെ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇത് ഒരു വ്യക്തിയുടെ ക്ഷേത്രമല്ല, ഇത് ഇവിടെ ആയിരക്കണക്കിന് തറവാട്ടുകാർ, ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ വരുന്ന ജാതി മതഭേദമില്ലാതെ ഇവിടെ വരുന്ന പ്രാർത്ഥിക്കാനും വരുന്ന ഒരേ ഭക്തന്റെയും ക്ഷേത്രമാണ്. ഇവിടെ തറവാട്ടിൽ അല്ലെങ്കിൽ ജാതിയൊന്നോ മതമെന്നോ ചെറുപ്പമെന്നോ വലുപ്പമെന്നോ ഒരു വ്യത്യാസമില്ലാത്തൊരു ക്ഷേത്രമാണ്. ആർക്കും കാണുന്ന കാര്യങ്ങൾ ഭക്തിനിർഭരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള അനുവാദം വരുന്നുണ്ട്. ഒന്നും പറയാനില്ല. എന്നാൽ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഒരു തന്ത്രി എന്നുള്ള നിലയ്ക്ക് വളരെ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സംരംഭം ഇവിടെ ഉണ്ടാക്കിയത്. അതിലിങ്ങനെ ഇത്രയും നിഷ്ഠൂരമായൊരു പ്രവൃത്തി ചെയ്ത് ആരായിരുന്നാൽ തന്നെ അവർക്ക് ഈശ്വരന്റേതായ പേരില്ലേ, അവർക്ക് തക്കതായൊരു എന്തെങ്കിലും ഒരു ശിക്ഷയോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങളോ ഉണ്ടായിക്കൊടുക്കണം എന്നുള്ളത് എന്റെ ഒരു പ്രാർത്ഥന കൂടിയാണ്, എല്ലാവരോടും കൂടിയുള്ളൊരു അപേക്ഷ കൂടി.